ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിൻസ് അക്കാഡമി. നമ്മുടെ 8ാം ക്ലാസ്സിലെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞ് മാർക്കുകളെ കിട്ടി, എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കേണ്ട മക്കളെ. അപ്പോ നമ്മുടെ 8ാം ക്ലാസ്സിലെ ഒരു 5ാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയാണ്. സെക്കൻഡ് ടൈമിലെ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ നമ്മൾ ഇനി പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോ കറക്റ്റ് ആയിട്ട് ഇനി മുതൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഓൺ എക്സാമിന് കിട്ടിയ മാർക്കിനേക്കാളും കുറച്ച് കൂടുതൽ മാർക്ക് നമുക്ക് എന്ത് ചെയ്യും, സെക്കൻഡ് ടൈമിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. നമുക്ക് കുറച്ച് കാലമൊക്കെ ഭയങ്കര എളുപ്പമായിട്ടുള്ള, അല്ലെങ്കിൽ ജസ്റ്റ് ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ 5ാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും എളുപ്പമായിട്ടുള്ള പാഠമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ ചോദ്യം കറക്റ്റ് ആയിട്ട് ചോദ്യം വായിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പോവാം. അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബേസിക് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോ ഞാൻ ഫസ്റ്റ് ചോദ്യം നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ് മക്കളെ, ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. ചോദ്യത്തിൽ നമ്മൾ ചോദ്യം മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ കേട്ടോ. നോക്കിയേ, 6 more mark and I would have got 100 mark out of 100. ഇതിന്റെ അർത്ഥം എന്താ? in my maths exam. ഓക്കെ, അതായത് ഒരു മാത്സ് എക്സാമിൽ ഇതാ ചോദ്യം എന്താ, ഒരു മാത്സ് എക്സാമിൽ 100 മാർക്കിലാണ് മാത്സ് എക്സാം നടക്കാം. 100 ഔട്ട് ഓഫ് 100, അതായത് 100 മാർക്ക്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇവിടുത്തെ ആ കുട്ടിക്ക് നോക്കി ചോദ്യം വായിക്കാം. രാജൻ സാർ, ഹൗ മച്ച് ഡിഡ് ഹി സ്കോർ? അങ്ങനെയാണെങ്കിൽ എന്താ എത്ര മാർക്കാണ് നമ്മുടെ രാജൻ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയെന്ന്. അതായത് രാജൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അതായത് 100 മാർക്കാണ് മാത്സ് എക്സാം നടക്കുന്നത്. അതിൽ 6 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ രാജന് നമുക്ക് 100 മാർക്ക് കിട്ടി. ഓക്കെ, 6 more mark I would have got 100. അതായത് 6 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ രാജന് എന്തായാലേ 100 മാർക്ക് കിട്ടിയ മാത്സ് എക്സാമിൽ. അപ്പൊ ടോട്ടൽ മാർക്ക് നടക്കും, മാത്സ് എക്സാം ടോട്ടൽ സ്കോർ എത്രയാണ്? ടോട്ടൽ വേണ്ടത് 100 മാർക്ക്, ഫുൾ ആവാൻ 100 മാർക്ക് വേണം. പക്ഷെ രാജന്, പാവം രാജൻ, 6 മാർക്ക് കുറഞ്ഞുപോയി. അപ്പോ രാജന് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നാ ചോദ്യം അല്ലെ? അതായത് 100 മാർക്കാണ് മാത്സ് എക്സാം നടക്കുന്നത്. അതില് 6 മാർക്ക് രാജന് കുറഞ്ഞു. 6 മാർക്ക് കൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ അല്ലെ, അപ്പൊ 6 മാർക്ക് കുറഞ്ഞിരുന്നെങ്കിൽ എത്ര മാർക്ക് ഉണ്ടായനെ? 94 മാർക്ക് ആരുണ്ട്? രാജനുണ്ട് അല്ലെ? കത്തിയാ? ഇപ്പൊ ഞാൻ വേറെ ഒന്നും പറയട്ടെ. ഇപ്പോ ആര്യൻ എക്സാമില് ഒരു 10 മാർക്ക് കൂടി കിട്ടിയിരുന്നില്ല ആര്യന് 100 മാർക്ക് ആയേനെ. 10 മാർക്ക് കൂടി കിട്ടിയില്ല ആര്യന് എത്ര ആയേനെ? 100 ആയേനെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 100 - 10 = 90 മാർക്ക് ആര്യന് മാത്സ് എക്സാമിലുണ്ട്. മനസ്സിലായ? വേറെ രീതിക്ക് പറയാൻ പറ്റും, വേറെ രീതിക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാ? ഞാൻ അടുത്ത് പറയാം കേട്ടോ. ഇപ്പൊ ഇത് കേട്ടോ. ഇപ്പോ വേറെ നിതുൽ. ഓക്കെ, നിതുലിന് 5 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ 100 മാർക്ക് ആയതിന്. 5 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ 100 മാർക്ക് ആയതിന്. അപ്പൊ എങ്ങനെ എഴുതാ? 100 - 5 = 95. ക്ലിയർ ആണോ മക്കളെ? ഇത്ര ഉള്ളൂ, ഭയങ്കര എളുപ്പമാണ്. സെന്റൻസ് വായിക്കാം, ഉത്തരം എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി. വാട്ട് ഷുഡ് ബി ആഡഡ് ടു 123 123 to make it 321? അതായത് 123നോടൊപ്പം എത്ര കൂട്ടിയാലാണ് 321 കിട്ടാം? ഓക്കെ, അറിയോ? ഇല്ലല്ല, നമുക്ക് നോക്കാം. അതായത് 321ന്റെ ഒപ്പം അല്ലെ, അതായത് 123ന്റെ ഒപ്പം എത്ര കൂട്ടിയാലാണ് 321 കിട്ടാം? അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ഈ 2 നമ്പർ, അതായത് 321 - 123 കുറയ്ക്കാണ്. ഞാനിതൊന്ന് കുറയ്ക്കാണ്. എത്ര അതിന്റെ ഇടയിലുള്ള നമ്പർ എത്ര അറിയാൻ വേണ്ടി കുറച്ചാൽ മതി. 321 - 123. അപ്പൊ അതെ, ഇവിടെ പോകില്ലല്ലോ, 1-ന്ന് 3 കുറയ്ക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ കടം വാങ്ങിയിട്ട് ഇവിടെ കടം വാങ്ങി ഇവിടെ 1 അപ്പുറത്തേക്ക് കുറയ്ക്കാട്ടോ. അപ്പുറത്ത് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് കുറയ്ക്കാട്ടോ. 321 - 123 കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാട്ടോ. അതായത് 1-ന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല, കടം വാങ്ങണം. ഇവിടെ 1 ഇവിടെ 11 അല്ലെ? 11-ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര മക്കളെ? 8. ഇനി 1-ന്ന് 2 കുറയ്ക്കാൻ പറ്റൂല, കടം വാങ്ങണം അല്ലെ? ഇവിടെ 2 ഇവിടെ 11 11-ന്ന് 2 കുറച്ച് എത്രയാ?
9. 2 1 അപ്പൊ ഉത്തരം എത്രയാ? 198. ദേ 198 കേട്ടോ. ഇനി നോക്കിയേ മക്കളെ, ഇനി നോക്കി ഇവിടെ നോക്കി. എന്തേ വേറൊരു കളർ ബ്ലാക്കിൽ എഴുതണ്ടേ. 321 ആവാൻ 123ന്റെ ഒപ്പം എത്ര കൂട്ടിയാ മതി? 198. 1 10 2 12 1 321. ക്ലിയർ ആണോ? ചോദ്യം മനസ്സിലായ? What should be added to 123 to make it 321? അതായത് 123ന്റെ ഒപ്പം എത്ര കൂട്ടിയാലാണ് 321 കിട്ടുക? 123ന്റെ ഒപ്പം എത്ര കൂട്ടിയാലാണ് 321 കിട്ടുക? അപ്പൊ എന്താ ചെയ്തേ? 321 മൈനസ് 123 ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടും എത്ര? 198 ആണ്. അപ്പോ 123ന്റെ ഒപ്പം എത്ര കൂട്ടിയില്ല? 198 കൂട്ടിയാലാണ് എത്ര കിട്ടുക? 321 കിട്ടാം. ക്ലിയർ ആണോ? ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാം. ഇത്രയും ഭയങ്കര ബേസിക് ആയിട്ട് ചോദ്യങ്ങൾ വരാം, ഭയങ്കര എളുപ്പത്തിൽ, അല്ലെ? വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വായിച്ചാൽ മതി, ചോദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി വേണമെങ്കിൽ എങ്ങനെയുള്ള ചോദിക്കട്ടാ. അടുത്തൊരു ചോദ്യം നോക്കി മക്കളെ, അതെ കണ്ടോട്ടാ. ഇത് രണ്ടും നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഈ രണ്ട് നേരത്തെ ചെയ്ത പോലത്തെ മോഡലിലൊരു ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് ഹോംവർക്ക് ഉള്ളതാണ്. ഇതെല്ലാവരും ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇത് രണ്ടു നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ആണ്. അതെ, വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 432 ടു ഗെറ്റ് 224, അല്ലെ? 34. അതായത് എത്ര? വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 432 ടു ഗെറ്റ് 234. അതായത് 432ന്റെ ഒപ്പം എത്ര കുറച്ചാലാണ് 234 കിട്ടുക? ചെയ്തോളൂല, അല്ലെ? നോക്കി, അതേപോലെ തന്നെ സെയിം സാധനം ഉണ്ട്. അത് 4ാമത്തെ ചോദ്യം. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ നോക്കി ചെയ്യണം. ഓക്കെ, ഇനി നോക്കിയ മക്കളെ, അടുത്തൊരു 5 2 3 4 അങ്ങനെ ചെയ്തോളാം. 5ാമത്തെ ചോദ്യം നോക്കുക. 5ാമത്തെ ചോദ്യം നോക്കിയേ. ദി സാലറി ഓഫ് ദി മാനേജർ, അതായത് ഒരു മാനേജറിന്റെ സാലറി ഓഫ് ആൻ ഓഫീസ് ഈസ് 5 ടൈംസ് ദി സാലറി ഓഫ് പ്യൂൺ. അതായത് ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ദി സാലറി ഓഫ് ദി മാനേജർ ഓഫ് ആൻ ഓഫീസ് ഈസ് 5 ടൈംസ് ദി സാലറി ഓഫ് പ്യൂൺ. ഓക്കെ, അതായത് വേറെ ഒന്നുമില്ല കേട്ടോ, പറഞ്ഞുതരാട്ടാ. മൊത്തം ചോദ്യം വായിക്കണ്ടേ. ദി മാനേജർ ഗെറ്റ് 75,000 rupees എ മന്ത്. ഹൗ മച്ച് ഡസ് ദിസ് പ്യൂൺ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ പ്യൂണിന്റെ സാലറി എന്തായിരിക്കുന്ന ചോദ്യം. പ്യൂണിന്റെ സാലറി ഇവിടെ ഒരാളുടെ സാലറി പറഞ്ഞിട്ടില്ല, അല്ലെ? അതായത് മാനേജറുടെ സാലറി ഓഫ് മാനേജർ, സാലറി ഓഫ് മാനേജർ ഈക്വൽ ടു 75,000. ഓക്കെ, 75,000. സാലറി ഓഫ് മാനേജർ ഈക്വൽ ടു 75,000. പ്യൂണിന്റെ സാലറി അറിയോ? സാലറി ഓഫ് പ്യൂൺ അറിയോ? സാലറി ഓഫ് പ്യൂൺ അറിയില്ല. അറിയോ? അത് ഞാൻ എക്സ് എന്ന് കൊടുക്കണം. അറിയാത്തൊരു കാര്യത്തിന് ഞാൻ കൊടുക്കണം എക്സ്. അതായത് ഇവിടെ ചോദ്യം പറഞ്ഞേക്കണം, നോക്കിയാൽ നമുക്ക് വേഗം നോക്കിട്ടാ. അതായത് മാനേജർ സാലറി 75,000 പറഞ്ഞോളൂ. സാലറി ഓഫ് മാനേജർ 75,000. സാലറി ഓഫ് പ്യൂൺ അതാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ്. ഓക്കെ, ആ ഒരു സംഭവത്തിന് ഞാൻ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. അറിയാത്ത കാര്യം വേണമെങ്കിൽ ഏത് ലെറ്ററിനും കൊടുക്കാം. എൻ കൊടുക്കണോ? കൊടുക്കാം, ഏതും കൊടുക്കാം. ഞാൻ അറിയാത്ത കാര്യത്തിന് എക്സാ കൊടുക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ സാലറി ഓഫ് പ്യൂൺ എക്സ് മറക്കരുത് കേട്ടോ. അതായത് നോക്കി, ദി സാലറി ഓഫ് ദി മാനേജർ ഓഫ് ആൻ ഓഫീസ് ഈസ് 5 ടൈംസ് ദി സാലറി ഓഫ് എ പ്യൂൺ. വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ പ്യൂണിന്റെ സാലറിയുടെ 5 ഇരട്ടിയാണ് ആരുടെ സാലറി? മാനേജറിന്റെ സാലറി. 5 ടൈംസ്. ഇപ്പൊ നോക്കിയാ മക്കളെ, ഇവിടെ നോക്കിട്ടാ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോട്ടാ. ഇങ്ങനെ എഴുതാൻ പഠിക്കണേ. ഇപ്പൊ ഞാൻ പറയുന്നത് 3 ടൈംസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? 3 ഇരട്ടി. അപ്പൊ മൾട്ടിപ്പിൾ. ഇപ്പൊ നോക്കി, എനിക്ക് എങ്ങനെ എഴുതാം? 3x എന്ന് എഴുതാൻ പറ്റും. എന്തെഴുതാൻ പറ്റും? 3x. പ്യൂണിന്റെ സാലറിയുടെ, ഇപ്പൊ പ്യൂണിന്റെ സാലറി 3 ടൈംസ് ആണ്. അപ്പൊ എനിക്ക് എഴുതാം
3h എന്ന് എഴുതാം. ഇപ്പൊ പ്യൂണിന്റെ സാലറി 6 ടൈംസ്, പ്യൂണിന്റെ സാലറി 6 ടൈംസ് ആണെന്ന് ചോദിക്കുക. പ്യൂണിന്റെ സാലറി 6 ടൈംസ് ആണെന്ന് ചോദിക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? 6h എന്ന് എഴുതാം. 6h എന്ന് എഴുതാം. പ്യൂണിന്റെ സാലറി 7 ടൈംസ് ആണെന്ന് ചോദിക്കുക. 7 ടൈംസ് ആണെന്ന് ചോദിക്കുക. പ്യൂണിന്റെ സാലറി 7 ടൈംസ് ആണെന്ന് ചോദിക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? 7h എന്ന് എഴുതാം. ക്ലിയർ ആണോ? 7h എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യം എന്താണ്? ദി സാലറി ഓഫ് ദി മാനേജർ ഓഫ് ആൻ ഓഫീസ് ഈസ് 5 ടൈംസ് ദി സാലറി ഓഫ് എ പ്യൂൺ. അതായത് നമ്മുടെ പ്യൂണിന്റെ സാലറി 5 ഇരട്ടിയാണ് ആരുടെ സാലറി? മാനേജറുടെ സാലറി. മാനേജർ സാലറി അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഇവിടെ എഴുതാൻ പോണ രീതി ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. എഴുതാൻ പോണ രീതി ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചോ. ഇപ്പോ 3 ടൈംസ് ആയാലും 2 ടൈംസ് ആയാലും അതിന്റെ അർത്ഥം ഇരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി. ഓക്കെ, ഞാൻ എഴുതാൻ പോണത് കണ്ടോട്ടോ. പ്യൂണിന്റെ സാലറി 5 ഇരട്ടിയാണ് ആരുടെ സാലറി? മാനേജറിന്റെ സാലറി. അപ്പോ പ്യൂണിന്റെ സാലറി 5h, 5h, 5 ഇരട്ടി 5h ഈക്വൽ ടു ആരുടെ സാലറി? മാനേജറുടെ സാലറി 75,000. കിട്ടിയോ മക്കളെ? ഇങ്ങനെ എഴുതാം. അതായത് നമ്മുടെ പ്യൂണിന്റെ സാലറിയുടെ 5 ഇരട്ടി. പ്യൂണിന്റെ സാലറി അറിയില്ല, അതുകൊണ്ട് ഞാൻ എക്സ് കൊടുത്തു. അറിയാത്തൊരു കാര്യം എക്സ്. അതിന്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോ 5 ടൈംസ് പറയുമ്പോ 5h. ആരുടെ സാലറി ആണ്? മാനേജറുടെ സാലറി. ഇനി ഒരു കാര്യം നോക്കിയാൽ മക്കളെ, ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് 5h ഈക്വൽ ടു 75,000. ഇങ്ങനെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് പ്യൂണിന്റെ സാലറി കണ്ടുപിടിക്കണം. അതായത് എക്സിനെ കണ്ടുപിടിക്കണം. അപ്പോ ഈ എക്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ എക്സിനെ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ നിർത്തുക. എക്സിന്റെ ഒപ്പമുള്ള ഈ 5ന, ഏത് 5 മക്കളെ? ഈ ഒരു 5ന ഞാൻ ഇപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. നോക്കിയാ മക്കളെ, നോക്കിയണം. ഈ ഒരു സൈഡ് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ എഴുതണ്ടേ. അപ്പൊ പ്ലസ് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മൈനസ്. അതായത് പ്ലസ് 5 ആണെന്ന് വിചാരിക്കൂടാ. അപ്പോ ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -5 ആവും. കിട്ടിയോ മക്കളെ? കിട്ടിയോടാ? നോക്കി, -5ന ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? +5 ആവും. ഓക്കെ, ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോ ചിഹ്നങ്ങൾ മാറും. ഇപ്പൊ നോക്കിയപ്പോ ഇൻറ്റു 5 ഇപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? /5 ആവും. ഡിവൈഡഡ് ബൈ ആവും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ ആവും. അപ്പൊ ഡിവിഷൻ അപ്പുറത്തേക്ക് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്നുമില്ലാതെ നോക്കിയേ. അപ്പൊ 5h എന്ന് പറഞ്ഞ അർത്ഥം 5 into h എന്നാ. നോക്കിയേ മക്കളെ, ഇവിടെ നോക്കിയാടാ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാടാ. അതെ നോക്കിട്ടോ. നോക്കിയേ, 5h എന്ന് പറഞ്ഞ അർത്ഥം 5 into h എന്നാണ്. 6h എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 6 into h എന്നാ. 7h എന്ന് പറയുന്ന അർത്ഥം 7 into h എന്നാ. കത്തിയോ? 8h എന്ന് പറയുന്ന അർത്ഥം അപ്പോ 8 into h. ക്ലിയർ ആണോ? അപ്പോ ഈ 5h എന്ന് പറഞ്ഞാൽ into 5 ആണ് അല്ലെ? 5 into h ആ. അപ്പൊ into 5ന് അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ ആവും അല്ലെ? അപ്പൊ എഴുതാം. എങ്ങനെ എഴുതാം? 75,000 ഡിവൈഡഡ് ബൈ 5. അപ്പോ x ഈക്വൽ ടു ഞാൻ ഇതൊന്നും വായിക്കേണ്ട കേട്ടോ. ഇതൊന്നും വായിക്കേണ്ട. നോക്കാട്ടോ. x ഈക്വൽ ടു ഹരിക്കാലോ മക്കളെ. 75,000 ഹരിക്കണം 5. 7ൽ 5 ഒരു പ്രാവശ്യം 1 5. 7ൽ 5 കുറച്ച 2 25. 25 5 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. 5 into 5 25. ബാക്കി ഈ പൂജ്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? കേട്ടിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ നമ്മുടെ ഉത്തരം എന്താ മക്കളെ? ഉത്തരം 19,000 ആണ് നമ്മുടെ ആരുടെ സാലറി? പ്യൂണിന്റെ സാലറി ആയിട്ട് വരാം. ക്ലിയർ ആണോ? അതായത് ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ പ്യൂണിന്റെ സാലറി 5 ഇരട്ടി, 5 ടൈംസ് 5 ഇരട്ടി അർത്ഥം. ഓക്കെ, 2 ടൈംസ് എന്ന് പറയുമ്പോ 2 ഇരട്ടി, 4 ടൈംസ് എന്ന് പറയുമ്പോ 4 ഇരട്ടി. ഇൻറ്റു വരാം, ഇൻറ്റു. ഓക്കെ, ഇവിടെ അറിയാത്ത സാലറി പ്യൂണിന്റെ സാലറി ആണ്. അപ്പൊ ആ പ്യൂണിന്റെ സാലറിക്ക് ഞാൻ എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. അപ്പൊ പ്യൂണിന്റെ സാലറി 5 ഇരട്ടി എന്ന് പറയുമ്പോ 5h ആണ് ആരുടെ സാലറി? നമ്മുടെ മാനേജർ സാലറി. ശേഷം നോക്കി,
5h ഈക്വൽ ടു 75,000. അപ്പൊ എച്ചിനെ പ്യൂണിന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. ആ പ്യൂണിന്റെ സ്ഥലം ഒപ്പം ഒരു നമ്പറാണ്, ആ നമ്പറിന് അപ്പുറത്തേക്ക് കൊടുത്തു എക്സിനെ മാത്രം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോ 5x എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 5 into x. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണത്. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15,000 കിട്ടും. അപ്പോ നമുക്കിവിടെ ആരെ സാലറി കിട്ടി? പ്യൂണിന്റെ സാലറി 15,000 കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കേണ്ട മക്കളെ. എളുപ്പമല്ലടാ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളെ വരാം. ഓക്കെ, ഇനി അടുത്ത ചോദിക്കും. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 ഗീവ്സ് 756. വാട്ട് ഈസ് ദി നമ്പർ? ഇങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടാ. എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ മക്കളെ. എപ്പോഴും മിക്കപ്പോഴും ചോദിച്ചാറ് എ നമ്പർ. ആ നമ്പർ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ ഞാൻ ആ നമ്പർ അറിയില്ല, ആ നമ്പറിന് ഞാൻ എക്സ് കൊടുക്കുക. എക്സ് ഇൻറ്റു ഗുണിച്ചു. എന്തുകൊണ്ടാ ഗുണിച്ചേ? എന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ ബൈ 12 ഗീവ്സ്, അതിന്റെ അർത്ഥം ഈക്വൽ ടു 756 കിട്ടി. കണ്ടാ? മനസ്സിലായ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, എ നമ്പർ മൾട്ടിപ്പിൾ ബൈ 12 ഗീവ്സ് 756. അതായത് ഒരു നമ്പർ, ആ നമ്പർ ഏതാന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ആ നമ്പറിന് എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. ഓക്കെ, അറിയാത്ത കാര്യം ഞാൻ എക്സ് കൊടുത്തു. ആ നമ്പർ എനിക്കറിയില്ല. എ നമ്പർ മൾട്ടിപ്പിൾ ബൈ 12. നോക്കാം. ഇനി 12 കൊണ്ട് ഗുണിച്ചു ഈക്വൽ ടു 756. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വാട്ട് ഈസ് ദി നമ്പർ? ആ എക്സിനെ കണ്ടുപിടിക്കാൻ, ആ നമ്പറിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ നമ്പറിനെ കണ്ടുപിടിക്കണം. ആ നമ്പർ ഒന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സംഭവം വരുമ്പോഴേ എക്സ് ഇൻറ്റു 12 ഇങ്ങനത്തെ സംഭവം വരുമ്പോ, അല്ലെങ്കിൽ ഇക്വേഷൻ വരുമ്പോ ആദ്യം ആ കണ്ടുപിടിക്കേണ്ട ആളെ അവിടെ നിർത്താം, ഒപ്പമുള്ള ആളാ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കാം. അത്രയും ചെയ്താൽ മതി. അപ്പൊ കണ്ടുപിടിക്കേണ്ട എക്സിനാണ്. അപ്പൊ ഞാൻ ഈ എക്സിനെ ഇവിടെ അങ്ങനെ നിർത്തിയാണ്. ഈക്വൽ ടു അപ്പുറത്ത് 756 എന്ന് പറയുന്ന ആളുണ്ട് അല്ലെ? അപ്പൊ ഞാൻ എനിക്ക് ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇൻറ്റു 12 ഇപ്പുറത്തേക്ക് കൊടുക്കണം. അപ്പൊ ഇൻറ്റു 12 അപ്പുറത്തേക്ക് പോകുമ്പോ ഉണ്ടാവും എക്സ് ഈക്വൽ ടു 756 ഡിവൈഡഡ് ബൈ 12. കത്തിയോ? മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ, ഡിവിഷൻ അപ്പുറത്തേക്ക് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ. ആലോചിച്ചാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ. ഇനി ഹരിക്കാല അല്ലെ? ഹരിച്ചു നോക്കാല. ഇനി ഹരിച്ചു നോക്കാം. വാ, വേഗം ഹരിച്ചു നോക്കണം. ഹരിക്കാനൊക്കെ അറിയാത്തുണ്ടെങ്കിൽ പഠിക്കണോണ്ടാ. ഓക്കെ, 756 ഹരിക്കണം 12 ചെയ്യാം. അപ്പോ ഹരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, 12 ഇല്ല. അപ്പൊ നമുക്ക് എന്തെടുക്കണം? 75 എടുക്കണം. 75 12 ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, 75 ഒരു 5 പ്രാവശ്യം നോക്കിയാലോ? അതായത് 12 ഇൻറ്റു 5 എത്രയാ? 5 2 10. 10 0 1 5 1 5 6. ഇനിയും പോകൂല. 12 ഇൻറ്റു 6 ചെയ്ത് നോക്കിയേ. 12 1 6 1 7 72 പോവും അല്ലെ? അപ്പൊ 6 പ്രാവശ്യം 72. ഇനി കുറയ്ക്കാല. ഇനി 35 2 കുറച്ച 3. ഈ 6 ഇറക്കി എഴുതാം. 36. 36 എത്ര പ്രാവശ്യം ഉണ്ട് മക്കളെ? 3 പ്രാവശ്യമാണോ? നോക്കി, 12 ഇൻറ്റു 3 6 3 36. അപ്പോ എത്ര പ്രാവശ്യം? 3 36. നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാ മക്കളെ? ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാ? 63 നമ്മുടെ ആ നമ്പർ. അതായത് 63നെ 12 കൊണ്ട് ഗുണിക്കുമ്പോ 756 കിട്ടും. കത്തിയോ? ഇത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതായത് ഇപ്പോ എ നമ്പർ മൾട്ടിപ്പിൾ ബൈ 13 എന്ന് പറയുന്നത് 13 എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് അല്ലെങ്കിൽ ബിക്കം എന്ന് പറയാം ഈക്വൽ ടു അർത്ഥം. ഓക്കെ, ഇറ്റ്സ് ബിക്കം ഈക്വൽ ടു 756. ഓക്കെ, അപ്പൊ ഇൻറ്റു എക്സ് ഇൻറ്റു എ നമ്പർ മൾട്ടിപ്പിൾ. കത്തിയോ? എ നമ്പർ നോക്കി, എ നമ്പർ മൾട്ടിപ്പിൾ ബൈ 12. ഞാൻ അതാ എഴുതിക്കണം. നോക്കി, എ നമ്പർ എന്ന് പറയാൻ അറിയാത്ത നമ്പർ. അപ്പൊ എക്സ് ഇൻറ്റു 12 ഗീവ്സ് അല്ലെങ്കിൽ ഈക്വൽ ടു 756. ശേഷം ഇൻറ്റു 12 അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പൊ എന്തായി? ബൈ 12 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോ ഡിവിഷൻ ആവും. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു എന്താ? എക്സ് ഹരിക്കും എത്ര? 756 ഹരിക്കണം 12. എത്ര ഹരിക്കും? എത്ര 63 കിട്ടും.
ക്ലിയർ ആണോ മക്കളെ? എളുപ്പമല്ലേടാ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നോക്കി അടുത്തൊരു ചോദ്യം. സെയിം ക്വസ്റ്റ്യൻ, സെയിം സാധനം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നോക്കി, എ നമ്പർ ഡിവൈഡഡ് ബൈ 21 gives 756. എ നമ്പർ ഡിവൈഡഡ്, മൾട്ടിപ്ലൈ നേരത്തെ ചോദ്യത്തിൽ അല്ലെ, ശരിയല്ലേ? ഇപ്പൊ എന്താ പക്ഷെ ഡിവൈഡഡ് ആ. അപ്പൊ ഒന്ന് എഴുതാം, എ നമ്പർ അറിയോ? ആ നമ്പർ അറിയോ? ഇല്ല, അപ്പൊ എഴുതിക്കോ, കണ്ണും പൂട്ടി അല്ല എഴുതാ. ഓക്കെ, എക്സ് അറിയാത്ത നമ്പർ, മൾട്ടിപ്പിൾ ആണോ? അല്ല, ഡിവൈഡഡ് അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ എത്രയാ? 21. It gives equal to 756. കത്തിയോ മക്കളെ? നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ചിഹ്നം ഇട്ടു. ഇപ്പൊ ഡിവൈഡഡ് ആ. ഇപ്പൊ എന്താ? ഡിവൈഡ് ബൈ 21. എക്സിനെ കണ്ടുപിടിക്കാനാ നേരത്തെ സെയിം മെത്തേഡ് തന്നെയാണ് മക്കളെ, സെയിം മെത്തേഡ് തന്നെയാ. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഡിവിഷൻ 21 ഇപ്പുറത്തേക്ക് കൊടുക്കണം അല്ലേ? അല്ല നമ്മ പഠിച്ചേ. അപ്പോ എക്സ് ഈക്വൽ ടു 756, ഹരണം അങ്ങോട്ട് പോകുമ്പോ ഗുണനം, ശരിയല്ലേ? മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ. ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മയിലുണ്ടായാൽ മതി. അപ്പൊ പറഞ്ഞോ, ഇൻറ്റു 21. എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കാല 756 ഗുണിക്കണം 21, 6, 5, 7, 12, 1, 10, 1, 11, 14, 1, 15, 6, 7, 8, 5, 1 അല്ലേ? അപ്പോ 15876. ഡൗട്ട് ഉണ്ടാ മക്കളെ? ബുദ്ധിമുട്ടുണ്ടാടാ? ഗുണിച്ചൊന്ന് നോക്കിയടാ, വല്ല കുഴപ്പമുണ്ടോ നോക്കി? വല്ല ബുദ്ധിമുട്ടുണ്ടാ? അല്ലല്ല, സുഖമല്ലേ നമുക്ക്? നോക്കി, എ നമ്പർ ഡിവൈഡഡ് ബൈ 21 gives 756. വാട്ട് ഈസ് ദി നമ്പർ? അതായത് ഒരു നമ്പറിന ഹരിച്ച്, എന്തുകൊണ്ട് ഹരിച്ചാല്? 21 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 756. ഒരു നമ്പറിന 21 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 756. അപ്പൊ ആ നമ്പർ ഏതാണ്? അപ്പോ ഈ ഹരണം 21 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ഇൻറ്റു 21. അപ്പൊ എക്സ് ഈക്വൽ ടു 15876. സെറ്റാണോ? നിങ്ങൾ സെറ്റാണോന്നല്ലോ ചോദിച്ചത്. ഇത് സെറ്റാണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ചോദ്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ ചോദ്യത്തിന്റെ നിലവാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ നമ്മളും കൂടിക്കൊണ്ടേയിരിക്കണം. ഭയങ്കര എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ആകെ കുറച്ച് കുഞ്ഞു ചോദ്യങ്ങളാണ് ചെയ്യുന്നത്, കുഞ്ഞു ചോദ്യങ്ങൾ അല്ലെ? നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ is 50 cm and the length of one side is 5 meter. What is the length of other side? സിമ്പിൾ അല്ലെ? എന്താ? ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. പെരിമീറ്റർ ഇത് വരുമേ കുറച്ച് ശ്രദ്ധിക്കണം. പെരിമീറ്റർ ചിലവർക്കൊക്കെ റെക്ടാംഗിൾ പെരിമീറ്റർ ആണ് ഇക്വേഷൻ അറിയില്ല. അപ്പൊ എഴുതി വെക്കാട്ടോ, പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഇക്വേഷൻ അറിയാത്തവരുണ്ട് എഴുതി വെക്കണേ. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ, പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈക്വൽ ടു 2 into L plus B. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ. അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കണോട്ടാ. പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈക്വൽ ടു 2 into L plus B. എന്താണ് 2 into L plus B എന്ന് പറഞ്ഞാൽ? റെക്ടാംഗിൾ L എന്താ? L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കേട്ടോ മക്കളെ. L എന്ന് പറഞ്ഞാൽ ലെങ്ത്. L equal to length. B equal to breadth. Okay, breadth. Okay, ലെങ്ത്തും ബ്രെഡ്ത്തും. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, നീളം, വീതി. വിഡ്ത്ത് എന്നും പറയാട്ടോ, ബ്രെഡ്ത്തിനെ വിഡ്ത്ത് എന്നും പറയാം. ചോദ്യങ്ങൾ വരും കേട്ടാ. ചില സമയത്ത് ബ്രെഡ്ത്ത് എന്ന് പറയില്ല, വിഡ്ത്ത് എന്ന് പറയാം കേട്ടോ. നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ is 50 cm. അതായത് റെക്ടാംഗിളിലെ പെരിമീറ്റർ 50 സെന്റിമീറ്റർ ആണ്, 50 മീറ്റർ ആണ്. ആൻഡ് ദി ലെങ്ത് ഓഫ് എ വൺ സൈഡ് ഈസ് 5 മീറ്റർ. അതിൽ ഒരെണ്ണത്തിന്റെ ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ ഒരെണ്ണം 5 മീറ്റർ ആണ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് അതർ സൈഡ്? അങ്ങനെയുള്ള മറ്റൊരെണ്ണത്തിന് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം?
വീതി അല്ലെങ്കിൽ നീളം എന്താണെന്ന് ചോദിച്ചേക്കണം. ഇത്രയുള്ളൂ ചോദ്യം. ചോദ്യം ക്ലിയർ ആണോ? പെരിമീറ്റർ ചുറ്റളവ് എന്ന് മലയാളത്തിൽ പറയൂ കേട്ടോ. ചുറ്റളവ് 50 ആണ്. ചുറ്റളവ് 50. അതായത് റെക്ടാംഗിളിൽ 4 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ആ 4 സൈഡ്സ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 50. അതാ ഉദ്ദേശിക്കണം. മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 50. അതിൽ ഒരെണ്ണം 5. അതിന് മറ്റൊരെണ്ണം എത്രയാണെന്ന് ചോദിച്ചേക്കണം. നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമേ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്നറിയോ? ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഈ ഒരു ഇക്വേഷനിൽ ചെയ്യണം കേട്ടോ. ഏത് ഇക്വേഷൻ എന്ന് അറിയാം മക്കളെ? അറിയോ? നോക്കട്ടെ മക്കളെ. നോക്കി, 2 into പെരിമീറ്ററിന്റെ ഇക്വേഷൻ എഴുതാം. എന്നാ 2 into L plus B equal to 50. പെരിമീറ്റർ 50. ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഇക്വേഷൻ. അതായത് പെരിമീറ്റർ കൊടുത്തിട്ട് നേരെ പെരിമീറ്റർ ഇക്വേഷൻ എഴുതാം. 50 അപ്പുറത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇത് ആദ്യം ചെയ്യണം. ഇത് ചെയ്താൽ കിട്ടൂല. ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ദി പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈസ് 50 മീറ്റർ. അപ്പൊ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പ പോണം മനസ്സിൽ. എന്താ പെരിമീറ്റർ ഇക്വേഷൻ? 2 into L plus B എന്നുള്ളത് എഴുതാം. എത്രയാണോ അത് എടുത്ത് എഴുതാം. തെറ്റിക്കരുത് കേട്ടോ. ആദ്യം ദി പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈസ് 50 മീറ്റർ. ഏറ്റവും ആദ്യം കാണുന്ന പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. സാറ് പഠിപ്പിച്ച് ഓർക്കണം. അപ്പൊ എന്താ 2 into L plus B equal to 50. ഇനി ചെയ്യേണ്ട ചെറിയൊരു കാര്യം ഉണ്ടല്ലോ. എന്താണെന്നറിയോ? കാര്യം നോക്കി. ഈ ഇൻറ്റു 2 ഇല്ലേ, ബ്രാക്കറ്റിന്റെ അപ്പുറം ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനാ. ഈ ഇൻറ്റു 2 അപ്പുറത്തേക്ക് അങ്ങോട്ട് കൊടുത്തോളാം കേട്ടാ. അതായത് L plus B equal to 50/2. കാരണം അറിയാലോ, ബ്രാക്കറ്റ് അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത്. അപ്പൊ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോ /2. L plus B equal to 50ന്റെ പകുതി 25. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതാണ് കേട്ടോ. മറക്കരുത്. എത്തി കുറച്ചുള്ളൂ, കുഞ്ഞിയാണ് കേട്ടോ. അത് എത്തിയാണ് മക്കളെ. നോക്കിയേ, ആദ്യം പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയണം. 2 into L plus B. L എന്ന് പറഞ്ഞ ലെങ്ത്, B എന്ന് പറഞ്ഞ ബ്രെഡ്ത്ത്. ചോദ്യം നോക്കിയത് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈസ് 50 മീറ്റർ. ഒരു റെക്ടാംഗിളിലെ പെരിമീറ്റർ 50 എഴുതി. പെരിമീറ്റർ 50, പെരിമീറ്റർ 50. ഓക്കെ, 2 into L plus B equal to 50. ഈ ഇൻറ്റു 2 അപ്പുറത്തേക്ക് ബ്രാക്കറ്റിന്റെ അർത്ഥം ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. ബ്രാക്കറ്റിന്റെ അർത്ഥം പുറത്തിറങ്ങുന്ന ബ്രാക്കറ്റിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ. ഇൻറ്റു 2 അപ്പുറത്തേക്ക് കൊടുത്തപ്പോ /2. ഓക്കെ, ഇനി L plus B equal to 50/2 എത്ര? 25. ഇത്രേ ഉള്ളൂ. ഒരെണ്ണം ഇതിലേതെങ്കിലും ഒരെണ്ണം 5. അങ്ങനല്ലേ? നോക്കി, 1 side is 5 meter. ലെങ്ത് ഓഫ് ഒരെണ്ണത്തിന് നീളം 5. അങ്ങനെ അടുത്ത എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഒരെണ്ണത്തിന് എനിക്ക് എന്ത് കൊടുക്കാം? അപ്പൊ എന്ത് കൊടുക്കാനുള്ള അവകാശമുണ്ട്? 5 കൊടുക്കാനുള്ള അവകാശം. ഞാൻ ബ്രിട്ടിന് ബിക്ക് 5 കൊടുക്കണം. 5 ബിക്ക് 5. അപ്പൊ എങ്ങനെ എഴുതാം? L plus 5 equal to 25. കത്തിയോ മക്കളെ? ഓക്കെ, ഏതിൽ one side is 5 meter. ഒരെണ്ണം 5 മീറ്റർ. അപ്പൊ ഞാൻ ബ്രിട്ടിന് 5 കൊടുത്തു. അപ്പൊ ഇവിടെ ബി ഉള്ളടുത്ത് ഞാൻ എന്ത് കൊടുത്തു? 5 കൊടുത്തു. ഇനി എനിക്ക് കണ്ടുപിടിക്കാൻ സുഖമുള്ള എല്ലിനാ നോക്കി. ഇനി സുഖ കഴിഞ്ഞ് അല്ലെ? ഈ +5 ഇപ്പുറത്തേക്ക് കൊടുക്കാം അല്ലെ? അപ്പൊ ആലോചിക്കുക, പ്ലസ് ഒക്കെ അങ്ങോട്ട് പോകുമ്പോ അപ്പൊ ആലോചിക്കണം. L മാത്രമേ ഉള്ളൂ. L equal to 25. +5 അപ്പുറത്തേക്ക് പോകുമ്പോ -5. L equal to 25 - 5 20. ഓക്കെയാണോ മക്കളെ? ഓക്കെയാണോടാ? കുഞ്ഞ് സ്റ്റെപ്പുകളുള്ളൂ. നോക്കിയേ എത്ര വരുന്നുണ്ട് നോക്കിയേ. 1 2 3 4 കഴിയും അല്ലേ? എന്ത് സുഖ. ദി പെരിമീറ്റർ. ഈ ഒരു കാര്യം മറക്കരുത്. റെക്ടാംഗിളിലെ പെരിമീറ്റർ ആണ് ഇക്വേഷൻ. മറക്കരുത്. 2 into L plus B. ലെങ്ത് 20, ബ്രെഡ്ത്ത് 5. ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ മക്കളെ അല്ലേ? അതായത് ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 50 മീറ്റർ. ഒരു റെക്ടാംഗിളിലെ പെരിമീറ്റർ 50 മീറ്റർ. അതില് ആദ്യം ആലോചിക്കണം. അപ്പൊ തന്നെ മനസ്സിൽ പോകേണ്ട കാര്യമാണ് ഈ ഇക്വേഷൻ. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ആ 2 അപ്പുറത്ത് കൊടുത്തോണം. കഴിഞ്ഞ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം മക്കളെ. അടുത്ത ചോദ്യം, ഇത് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചതാണ് കേട്ടോ. In each of the following the problems below, the result of doing some operations on a numbers is given. Find the each numbers. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, അപ്പോ ചോദ്യം നോക്ക്. ആദ്യത്തെ ചോദ്യം
ഞാനൊരു 4 സെക്ഷൻ ആക്കാം കേട്ടോ. ഇവിടെ ഒരെണ്ണം എഴുതാം, ഇവിടെ ഒരെണ്ണം എഴുതാം, ഇവിടെ ഒരെണ്ണം എഴുതാം. മൊത്തം 4 എഴുതും കേട്ടോ. വേണ്ട, ഒരു വൃത്തിയില്ല, വായിക്കാം. ഓക്കെ, ഓരോന്ന് എഴുതിപ്പോ. ആദ്യം ഒന്നാമത്തത് എഴുതാം. ഒന്നാമത്തത് ആദ്യം എഴുതാം. ഓക്കെ, ഞാൻ ചോദ്യം വായിക്കാം. 3 added to 2 times the number gives 101. എന്താ അർത്ഥം? 2 times കണ്ടു അല്ലേ? നമുക്കപ്പോ 2 times ആദ്യം എഴുതാട്ടോ. 2 times ഞാൻ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതണം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതണേ. 2 times the number. 2 times the number. 2 times നമ്പർ എന്ന് പറയുന്നത് 2 ഇരട്ടി ആയിട്ടുള്ള ഒരു നമ്പർ. ഒരു നമ്പർ അല്ലെ? ആ നമ്പർ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്പറിന് എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. അപ്പൊ 2 times പറയുമ്പോ 2x, 2 ഇരട്ടി ആ നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയതേ 2x. ഇതിന്റെ ഒപ്പം വേറെ എന്തിനും കൂട്ടിട്ടുണ്ടോ? 3 added to 2 times the number gives 101. അതായത് എന്താണ്? ഒരു 2 ഇരട്ടി ആയിട്ടുള്ള നമ്പറിന്റെ ഒപ്പം ഒരു 3 കൂട്ടിക്കഴിഞ്ഞാൽ 101. ഓക്കെ, അപ്പൊ ഞാൻ പ്ലസ് 3 ഈക്വൽ ടു 101. കൺഫ്യൂഷൻ ഉണ്ടോ മക്കളെ? എന്താണോ മക്കളെ? ഇല്ലല്ലോ. നോക്കി, 2 times the number, 2 ഇരട്ടി 2x പ്ലസ് 3 ആഡഡ് 3 കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞാൻ 3 കൂട്ടി പ്ലസ് 3. അപ്പൊ സബ്ട്രാക്ടർ 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? -3 എഴുതും. അത്രേ ഉള്ളൂ. ഇനി നോക്കി, ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരുന്നു. ഈ പ്ലസ് 3 ഈക്വൽ ടു അപ്പുറത്ത് ആദ്യം കൊടുക്കാം. അപ്പൊ എന്താവും? 2x ഈക്വൽ ടു 101 മൈനസ് 3. 101 മൈനസ് 3. ഇനി എഴുതാല 2x ഈക്വൽ ടു 101 നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 98. ഇനി കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഇൻറ്റു 2 അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബൈ 2 അല്ലെ? അപ്പോ എങ്ങനെ എഴുതാം? ബാക്കി സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? x ഈക്വൽ ടു 98/2. x ഈക്വൽ ടു 98/2. അപ്പോ x ഈക്വൽ ടു 98ന്റെ പകുതി ഹരിച്ചു നോക്കാതെ 98/2. 9 2 4 പ്രാവശ്യം, 4 2 8, 18 2 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 9 2 18 0 അല്ലെ? അപ്പൊ എത്ര മക്കളെ? 49 ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നുമില്ല. സെന്റൻസ് വായിച്ചു നോക്കിയേ. 2 times നമ്പർ, ഒരു നമ്പറിന്റെ 2 ഇരട്ടി. അപ്പൊ ഇങ്ങനെ എഴുതാ 2x. നോക്കിയേ, 3 times the number എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3x. 4 times the number എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 4 times the number എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? നമ്പർ നമ്മൾ എങ്ങനെ എഴുതാം? 4x. ക്ലിയർ ആണോ? 5 times the number എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 5x. 6 times the number എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 6x. 7 times the number എങ്ങനെ എഴുതാം? 7x. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രയും ഒന്ന് മനസ്സിലാക്കിയാണ് കേട്ടോ. ടൈംസ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്. ആ ഒരു നമ്പർ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അതിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? x എന്ന് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി മക്കളെ രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 added to 3 times the number it gives 101. മാറി, ചോദ്യം മാറി. 2 added to 3 times the number gives 101. അതായത് 3 ഇരട്ടി 3 times. അപ്പൊ എങ്ങനെ എഴുതാം? 3 times. നമുക്ക് കുറച്ച് ചേർത്ത് പറഞ്ഞോളൂ. 3x. ആ ഗുഡ്. 3x രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. 3x എത്ര കൂട്ടി? 2 added എന്താ? കൂട്ടി. പ്ലസ് 2 ഈക്വൽ ടു 101. ഇനി എഴുതാല ചെയ്യണ പോലെ തന്നെ എന്ത് ചെയ്യാ? ഏറ്റവും ആദ്യം ഈ പ്ലസ് 2 അപ്പുറത്തേക്ക് കൊടുക്കുക. പ്ലസ് 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ആലോചിക്കുക എന്താവും? മൈനസ് 3x ഈക്വൽ ടു 101 പ്ലസ് 2 അപ്പുറത്തേക്ക് പോകുമ്പോ -2. അപ്പൊ 3x ഈക്വൽ ടു എത്ര മക്കളെ? 99. അപ്പോ ഇനി ഇൻറ്റു 3 അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ by 3. 3 equal to x equal to 99/3. x equal to 33. ക്ലിയർ ആണോ? വലിയ ബുദ്ധിമുട്ടില്ലല്ല.
ഇല്ലല്ല, അല്ലേ? സാവധാനം നമ്മൾ പഠിച്ച് പതുക്കെ പതുക്കെ ചെയ്തു പോയാൽ മതി. ഭയങ്കര എളുപ്പമാണ് ഈ പാഠം, അല്ലേ? നോക്കി, ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. 3 ടൈംസ് അങ്ങനെ എനിക്ക് ആദ്യം എഴുതാൻ നോക്കാട്ടോ. ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ, ടൈംസ് ഒക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം എഴുതാൻ നോക്കാം. അപ്പൊ തെറ്റൂല. കുറെ അങ്ങനെ ചിലവരൊക്കെ സെന്റൻസ് ആണല്ലോ തന്നെ 2 ആഡഡ് 2 പ്ലസ് 3 ടൈംസ് 3x ഈക്വൽ ടു 101. അത് തെറ്റിപ്പോകും ചില സമയത്ത് തെറ്റിപ്പോകും കേട്ടാ. ഇങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ഇരട്ടിനെ ആദ്യം എഴുതാം, ഇനി സബ്ട്രാക്ട് ആണോ പ്ലസ് ആണോ അതൊക്കെ ഇങ്ങനെ എഴുതാം കേട്ടാ. ചില സമയത്ത് അത് ക്വസ്റ്റ്യൻ മാറുമ്പോൾ നമുക്ക് തെറ്റി പോകും അത്. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി. ഇരട്ടി എന്ന് പറയുമ്പോൾ അതിനെ ആദ്യം എഴുതാൻ നോക്കാം. ഇരട്ടി എന്ന് പറയുമ്പോൾ അതിന് എന്ത് നോക്കാം? ഏറ്റവും ആദ്യം എഴുതാൻ നോക്കാം. +2 ആഡ് എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനല്ലേ, ശരിയല്ലേ? അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് പഠിച്ചു വെക്കാട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, മറക്കരുത്. 3 ടൈംസ് പറഞ്ഞാൽ 3 ഇരട്ടി അല്ലെ? 4 ടൈംസ് പറഞ്ഞാൽ 4 ഇരട്ടി. 4 ടൈംസ് നമ്പർ, 4 ടൈംസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് 4. ആ നമ്പർ ഏതാന്ന് പറഞ്ഞിട്ടില്ല, അവിടെ x കൊടുക്കാം. അപ്പൊ 4x എഴുതാം. ഓക്കെ, 7 ടൈംസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറിന്റെ 7 ഇരട്ടി അതിന്റെ 7x. അത്രേ ഉള്ളൂ, സെറ്റാണ് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ കുഞ്ഞുമക്കൾക്കുള്ളതാണ് ഇത്. ഈ 3ാമത്തെ ചോദ്യവും 4ാമത്തെ ചോദ്യവും അങ്ങോട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ചേട്ടാ ചെയ്ത് നോക്കണം. എല്ലാം സാർ എന്നെ ചെയ്താൽ മതിയാ, പറയല്ല അല്ലേ? ചെയ്ത് നോക്കണം, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടും, ഉത്തരം കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ 3 സബ്ട്രാക്റ്റഡ് ഫ്രം 2 ടൈംസ് ദി നമ്പർ ഇറ്റ് ഗീവ്സ് 101. ഒന്നുമില്ല, പ്ലസ് ആഡ് വന്നു, പക്ഷെ ഇവിടെ എന്ത് വന്നേ? സബ്ട്രാക്റ്റഡ്. ഇക്വേഷൻ പറയാൻ പറ്റും. 2 ടൈംസ് എന്ന് പറയുമ്പോൾ ഏറ്റവും എഴുതാം. എഴുതി പറയേണ്ടവിടെ 2 ടൈംസ് പറയുമ്പോ എന്താ? 2x. സബ്ട്രാക്റ്റഡ് എന്ന് പറയുമ്പോ മൈനസ് സബ്ട്രാക്ട്, ആഡിങ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് കേട്ടോ. മറക്കരുത്, സബ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കുറയ്ക്കാം. ഓക്കെ, ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഉത്തരം ഇടണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം കേട്ടോ. കുറച്ച് ചോദ്യങ്ങളുള്ളൂ, വേഗം കഴിയോട്ടെ ഇനി. ഓക്കെ, the sum of 2 times a number and 7 times the same number is 27. What is the number? കുഴപ്പാക്കിയാല അല്ലേ? തോന്നണ്ട ഇങ്ങനെ എളുപ്പടാ, എല്ലാം എളുപ്പല്ലേ അല്ലേ? എന്താ പറയാം? ദി സമ്മിന്റെ അർത്ഥം എന്താ മക്കളെ? സമ്മിന്റെ അർത്ഥം എന്ന് അറിയോ? സം എന്ന് പറഞ്ഞാലേ 2 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം സം എന്ന് പറയാം. ഓക്കെ, സമ്മ്. ഓക്കെ, ഇവ 2ഉം 3ഉം സമ്മ് ചെയ്തു. സം ചെയ്ത നേരത്തെ 2നെയും 3നെയും കൂട്ടിക്കഴിഞ്ഞാൽ 5. അത്രേ ഉള്ളൂ സമ്മ്. അതാലോചിച്ചാൽ മതി. സമ്മിട്ടാ. ഓക്കെ, അപ്പൊ ദി സം ഓഫ് 2 ടൈംസ് എ നമ്പർ, ഒരു നമ്പറിന്റെ 2 ഇരട്ടി എഴുതിക്കും. 2x. 2x. ഓക്കെ, ആൻഡ് 7 ടൈംസ് സെയിം നമ്പർ, ആ നമ്പറിന്റെ 7 ടൈംസ് സെയിം നമ്പർ. അപ്പൊ എങ്ങനെ എഴുതാം? ഈ നമ്പർ അറിയില്ലല്ല, പക്ഷെ എന്താ എടുത്ത്? എക്സ് എടുത്തു, ശരിയല്ലേ? ആദ്യത്തെ നമ്പർ എക്സ് എടുത്തു. സെയിം നമ്പർ പറയുമ്പോൾ ആ നമ്പർ വ്യത്യാസം വരും ഇല്ല, എക്സ്. അപ്പൊ 7x ഇതിനെ സം ചെയ്ത ഇതിനെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 27 കിട്ടും. പറഞ്ഞത് സം നമ്പർ is 27. അതായത് the sum of 2 times a number and 7 times the same number is 27. What is the number? അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഒരു കാര്യം ഞാൻ പറയണേ. x plus x 2x അതെയാ? അതിലുണ്ടാവില്ല. അതായത് x plus x 2x. ഇനി നോക്കി, 2x plus x 3x. 2xന്റെ ഒപ്പം ഒരു x കൂട്ടി. ഒരു കാര്യം പറയട്ടെ, 2 ചക്ക പ്ലസ് 4 ചക്ക മൊത്തം എത്ര ചക്കയായി? 6 ചക്കയില്, ശരിയല്ലേ? അതേപോലെ തന്നെ 5 മാങ്ങ പ്ലസ് 5 മാങ്ങ എത്ര മാങ്ങയായി? 10 മാങ്ങയായി അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരേപോലെയാണ് ഇതിനെ കൂട്ടാൻ പറ്റും. ഇവിടെ നോക്കി 4x പ്ലസ് 5x. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 4 ചക്കയും 5 ചക്കയും മൊത്തം എത്ര ചക്കായി? 9 ചക്ക. 9x. ക്ലിയർ ആണോ മക്കളെ? നോക്കി, 10 ചക്ക, എക്സിനൊരു ചക്ക ഉണ്ടാ, 10 ചക്കയും പ്ലസ് 10 ചക്കി ഒന്ന് നോക്കി, 20 ചക്ക. സത്യാ? ഇത് മറക്കരുത്. അപ്പൊ നോക്കി, 7x 2x 7x 2x. അപ്പൊ അതെങ്ങനെ എഴുതാം? 9x ഈക്വൽ ടു 27. ഇത് കണ്ടുപിടിക്കല. x ഈക്വൽ ടു ഈ ഇൻറ്റു 9 അപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ബൈ 9, 27/9. എത്ര ആവശ്യമുണ്ട് മക്കളെ? 3 × 9 എത്രയാ? 27. ക്ലിയർ ആണോ? വല്ല ബുദ്ധിമുട്ടുണ്ടായ?
ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ഭയങ്കര എളുപ്പത്തിൽ അങ്ങോട്ട് തീർന്നു പോയി അല്ലേ. കുറച്ച് നമുക്ക് എന്റെ ഉത്തരങ്ങൾ എഴുതാനുള്ളൂ അല്ലേ. ഞാനൊരു ബോർഡിന്റെ പകുതി ഉത്തരം എഴുതണുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ. ഓക്കെ, ഇനി ഇതൊരെണ്ണം നിങ്ങൾ അപ്പൊ ഹോംവർക്ക് ആയിട്ട് ചെയ്തു കേട്ടോ. സെയിം മോഡലാണ്. 99 added to 12 times a number gives 21 times number. What is the number? അപ്പോ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയ മക്കളെ, ഇത് ഓക്കെ ശ്രദ്ധിക്കാം. അപ്പോ ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. ഇതുപോലത്തെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു അല്ലെ. നമുക്ക് നോക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, എന്ത് ചോദ്യം നോക്കുമ്പോൾ ദി പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഈസ് 80 മീറ്റർ. മറന്നാ ഓക്കെ. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 മീറ്റർ. റെക്ടാങ്കിളിന്റെ പെരിമീറ്ററെ കുറിച്ച് പറയണ്ടല്ലോ അല്ലെ. അപ്പൊ എന്താ ചെയ്യാമ, റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഇക്വേഷൻ എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആരോ പറഞ്ഞ കുറച്ച് നേരത്തെ ആരോ പറഞ്ഞത് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എഴുതണമെന്ന്. നമുക്ക് നോക്കാം. അപ്പൊ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ് ഇക്വേഷൻ എഴുതാം. എന്താ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ് ഇക്വേഷൻ? നോക്കി, 2 × L + B = 80. ഇങ്ങനെ എഴുതാൻ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കി, ഇതെന്താ ചെയ്യേണ്ടത്? L + B = 80/2. L + B = 40. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, മറക്കരുത് കേട്ടോ. അതായത് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഈസ് 80 മീറ്റർ. ഓക്കെ, റെക്ടാങ്കിളിലെ പെരിമീറ്റർ 80 മീറ്റർ ആണ്. അപ്പൊ എഴുതാം പെരിമീറ്റർ ഇക്വേഷൻ 2 × L + B = 80. L + B = 80/2. അപ്പൊ L + B = 40. ഇത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഉണ്ടാ, മറക്കരുത് കേട്ടോ. ഇനി ചോദ്യം അയ്യടാ, ദി ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദി വിഡ്ത്ത്. കുഴപ്പിച്ചല്ല അല്ലെ, കുഴപ്പമില്ല, സെറ്റാണ്. ഓക്കെ, നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിന്റെ 2 ഇരട്ടി. നോക്കി, ട്വൈസ് എന്നർത്ഥം, ട്വൈസ് 2 ഇരട്ടി. ഓക്കെ, നമ്മുടെ വിഡ്ത്തിന്റെ 2 ഇരട്ടിയാണോ 1 കൂടുതലാണ്. ലെങ്ത് എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രെഡ്ത്തിനെ എന്ന് ഞാൻ പറയാൻ കുറച്ച് നേരത്തെ പറഞ്ഞു കേട്ടാ. ഒന്നില്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയാം. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ചെറിയൊരൊന്ന് ചേഞ്ച് കൂടി വരുത്താൻ കേട്ടാ, നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും മൊത്തത്തിൽ. W വിഡ്ത്ത്. ഓക്കെ, ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ, 1 കൂടുതലുമാണ്, then twice the width, വിഡ്ത്തിന്റെ 2 ഇരട്ടിയാണ്. ഓക്കെ, അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി, വിഡ്ത്തിന്റെ 2 ഇരട്ടി. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ W അല്ലെ, W twice, അപ്പൊ 2W. ക്ലിയർ ആണോ? പ്ലസ് 1 മോർ, 1 കൂടിയത്, പ്ലസ് 2 മോർ എന്ന് പറഞ്ഞാൽ 2 കൂടിയത്, പ്ലസ് 3 മോർ എന്ന് പറഞ്ഞാൽ 3 കൂടിയത്, പ്ലസ് 4 മോർ എന്ന് പറഞ്ഞാൽ 4 കൂടിയത്. എത്തി മക്കളെ, എത്തിയോടാ. അപ്പോ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൈസ് ദി വിഡ്ത്ത്, വിഡ്ത്തിന്റെ 2 ഇരട്ടിയും 1 കൂടുതലും. അപ്പൊ ഇനി ഇതങ്ങോട്ട് കിട്ടി. ഓക്കെ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2W + 1. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2W + 1. ഇനി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഇനി ഒരു ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ്. L + W = 40. ഇനി നോക്കാം. L എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2W + 1 ആണ്. അപ്പൊ ഈ L ഉള്ളത് ഞാൻ എന്ത് കൊടുക്കണേ? ഈ L ഉള്ളത് 2W + 1 കൊടുക്കണം. ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യണം, ഞാൻ മാറ്റിയാണ് കേട്ടോ. ഇതിനാ 2W + 1 + EW + 40. എന്താ ചെയ്ത്? L എന്ന് പറഞ്ഞാൽ 1 മീറ്റർ മോർ ദാൻ ദി ട്വൈസ് ദി വിഡ്ത്ത്, വിഡ്ത്തിന്റെ 2 ഇരട്ടിയും 1 കൂടുതലും. L എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഞാൻ 2W + 1 എഴുതി. അപ്പൊ ഈ L ഉള്ളത് ഞാൻ എന്ത് ചെയ്താ? 2W + 1 ആണ്. ഓക്കെ, ഇനി 2W + W ചക്ക കണക്ക് ചോക്ക്. ഓക്കെ, 2 ചക്ക + 1 ചക്ക 3 ചക്ക അല്ലെ. അപ്പൊ 2W + W 3W. 3W + 1 = 40. ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ -1. അപ്പോ 3W = 40 - 1. 3W = 39. W = ഈ × 3 അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബൈ.
അപ്പൊ 39/3. അപ്പൊ W ഈക്വൽ ടു 13. ക്ലിയർ ആണോ മക്കളെ? ഇവിടെയാണ് കുറച്ച് സംശയം വരാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നോക്കി, ലെങ്ത് എന്ന് പറഞ്ഞാൽ വിട്ടിന്റെ 2 ഇരട്ടിയും 1 കൂടുതലും. L ഈക്വൽ ടു 2W+1. L എന്ന് പറഞ്ഞാൽ 2W+1 ആണ്. ഇപ്പൊ L എന്ത് കൊടുക്കാം? 2W+1 കൊടുക്കാം. ബാക്കി അങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം കൂടി കേട്ടോ. ഒരു ചോദ്യം കൂടി ഉണ്ട്. നോക്കാം, അവസാനത്തെ ചോദ്യം. ഇതോട് കഴിഞ്ഞാൽ നിർത്താം. ഓക്കെ, when a 100 rupees note was changed to 20 rupees and 10 rupees note, 7 notes were got. How many of each? അതായത് ഒരു 100 രൂപ ചേഞ്ച് ആക്കി. 100 രൂപ ചേഞ്ച് ആക്കി. 20 നോട്ടാക്കി 10 നോട്ടാക്കി. 100 രൂപ 20 നോട്ടാക്കി 10 നോട്ടാക്കി. മൊത്തം 7 നോട്ട് അവർക്ക് കിട്ടി. ഓക്കെ, അപ്പോ ഞാൻ 20 റുപ്പീസിന്റെ നോട്ടിന് എക്സ് എന്ന് കൊടുക്കുകയാണ്. 10 റുപ്പീസിന്റെ നോട്ടിന് വൈ കൊടുക്കുകയാണ്. ഓക്കെ, വൈ രണ്ടും അറിയില്ല എനിക്ക്, എത്ര എണ്ണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇനി 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 2 കൂടി 20 10 നോട്ട് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 7 ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7. സംശയം ഉണ്ടാവും? എല്ലാ ബുദ്ധിമുട്ടുണ്ടാവണം? ഇല്ലല്ല. അതായത് 20 10 നോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 7. വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഞാൻ വേറെ എഴുതാം. ശരി, കുഞ്ഞൊക്കെ എഴുതാം. ഇത് 20 നോട്ട്, ഇത് 10 നോട്ട്. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര നോട്ട് ഉണ്ടാവും? 7 നോട്ട് ഉണ്ടാവും. 20 10 നോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 7 എണ്ണം. അതായത് എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ എക്സും വൈയും ഞാൻ കൊടുത്ത് 20 നോട്ട് എക്സ് ആണ്. എത്ര എണ്ണം ഏതാണെന്ന് അറിയില്ല, 10 നോട്ട് എത്ര എണ്ണം അറിയോ? ഇല്ലല്ല. ഒരേപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 100 കിട്ടില്ലല്ല. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇനി ഞാൻ ചെയ്യാൻ പോണ കാര്യമില്ലേ, ഈ പ്ലസ് എക്സിന് ഇപ്പുറത്തേക്ക് കൊടുക്കാൻ. അപ്പോ y ഈക്വൽ ടു 7 മൈനസ് എക്സ്. ഇത് ഓർത്ത് വെച്ചോട്ടോ, y ഈക്വൽ ടു 7 മൈനസ് എക്സ്. ഇനി ഒരു കാര്യം കൂടി, ഈ 20ന്റെ നോട്ടിനാ ഞാൻ 20x പ്ലസ് 10y ഈക്വൽ ടു 100. അതായത് 20ന്റെയും 10ന്റെയും നോട്ട് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 100 കിട്ടുന്നു പറഞ്ഞു അല്ലേ? ഇനി എഴുതാം. ഇനി ഞാൻ y ഈക്വൽ ടു 7 മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ y ഉള്ളടത്ത് ഞാൻ എന്ത് കൊടുക്കണം? 7 മൈനസ് എക്സ് കൊടുക്കണം കേട്ടോ. 20x പ്ലസ് 10 ഇൻറ്റു 7 മൈനസ് എക്സ് ഈക്വൽ ടു 100. ഒന്നും ചെയ്തില്ല. y ഉള്ളടത്ത് 7 മൈനസ് എക്സ് കൊടുത്തു. y ഉള്ളടത്ത് 7 മൈനസ് എക്സ്. ഇനി 20x പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ, 10 ഇൻറ്റു 7 70. 10 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 10x ഈക്വൽ ടു 100. നോക്കി, 20x മൈനസ് 10x, 20x മൈനസ് 10x. 20 ചെക്കിന്ന് 10 ചെക്ക് കുറച്ച് കഴിഞ്ഞാൽ 10 ചെക്ക. അപ്പൊ 20x 10x കുറച്ച് കഴിഞ്ഞാൽ 10x പ്ലസ് 70 ഈക്വൽ ടു 100. ഈ പ്ലസ് 70 അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 70. അപ്പൊ 10x ഈക്വൽ ടു 100 മൈനസ് 70. 10x ഈക്വൽ ടു 30. x ഈക്വൽ ടു 30/10. എന്താ? ഈ ഇൻറ്റു 10 അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബൈ 10. x ഈക്വൽ ടു എത്രയാ? 3. അപ്പൊ എത്ര എണ്ണം ഉണ്ടായിരുന്നു? x എന്ന് പറഞ്ഞാൽ 20ന്റെ നോട്ട് 20 നോട്ട് എത്ര ഉണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 4 10 നോട്ട് ഉണ്ടാവും. 4 10 നോട്ട് ഉണ്ടാവും. 4 10 നോട്ട് ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ, ഇത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടാ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം. ആ എക്സിനെ അപ്പുറത്തേക്ക് കൊടുത്തേ. അപ്പൊ y 7 മൈനസ് എക്സ് ആയി. ഓക്കെ, ബാക്കി 7 y കൊടുത്തു 7 മൈനസ് എക്സ് കൊടുത്തു. എല്ലാവരും കറക്റ്റ് ആയിട്ട് ഇതിന്റെ നോട്ട് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു സംശയം മനസ്സിലാവാത്ത രീതിയിൽ ഒരു ഭാഗം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്നും എടുത്ത് ഇട്ടുതരാം. ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിന് ഇനിയൊരു വീഡിയോ എന്തായാലും ഇനി വേണമെങ്കിൽ, അതായത് കുറച്ചും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി വരാം. എന്തായാലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തായാലും നമുക്ക് ഒന്നുകൂടി കാണാം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.